നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ നല്ല മഴയും തണുപ്പും ഒക്കെയാണ്. അപ്പോൾ നല്ല തണുപ്പ് ഇച്ചിരി കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പം 19 ഡിഗ്രി സെൻറ്റിഗ്രേഡാണ് കാണിക്കുന്നത്. അപ്പോൾ അത് ഇച്ചിരി തണുപ്പുണ്ട്. അപ്പം ചെറിയ മഴയും കൂടി ആയപ്പോൾ നല്ല തണുപ്പുണ്ട്. അപ്പം ഈ തണുപ്പത്തൊക്കെ പറ്റിയൊരു റെസിപ്പിയാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പം വൈകുന്നേരം ചെറിയ ചേമ്പും കാച്ചിലും അതുപോലെ ഇതുപോലെ പച്ചയത്തൊക്കെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പുഴുങ്ങി തിന്നാം. അപ്പോൾ ഈ പച്ച ഏത്തയ്ക്ക ഇവിടെ കുറച്ചിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെയാണ് പുഴുങ്ങിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഏത്തയ്ക്ക നല്ലപോലെ വാഷ് ചെയ്തതിന് ശേഷം അതിൻ്റെ രണ്ടറ്റവും കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ വശങ്ങളിൽ നെടുകെ കീറി എടുക്കുക. ഇനി നമുക്കിത് 3-4 പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കുക്കറിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ഈ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ടിത് അടച്ച് വെച്ച് ഒരു 5 വിസിൽ വരെ വേവിച്ചെടുക്കുക. ഇനി നമുക്ക് കുക്കറിൻ്റെ പ്രഷറെല്ലാം പോയതിന് ശേഷം നമുക്കിതുപോലെ തുറന്ന് നോക്കാം. അപ്പം നമ്മുടെ ഏത്തക്ക കഷ്ണങ്ങളെല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഒരു 5 വിസിൽ വരെ നമുക്ക് വേവിച്ചെടുക്കണം, നല്ല വേവുള്ളതുകൊണ്ട്. അതുപോലെ ഇത് ചൂടോടുകൂടി തന്നെ കഴിക്കാനും ശ്രദ്ധിക്കണം. തണുത്ത് കഴിഞ്ഞാൽ കുറച്ച് കല്ല് പോലെയാകും. അപ്പോൾ ആ സോഫ്റ്റ്നെസ്സൊക്കെ മാറും. അപ്പോൾ ചൂടോടുകൂടി തന്നെ കഴിക്കുക. അതിൻ്റെ കൂടെ കഴിക്കാൻ ഉണക്കമീൻ കുറച്ച് വറുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചേമ്പും കാച്ചിലും മധുരക്കിഴങ്ങും കൂടി പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഏത്തക്ക മാത്രമായിട്ടും പുഴുങ്ങി തിന്നാം. ചേമ്പും കാച്ചിലും ഇല്ലെങ്കിൽ തന്നെ അത് മാത്രമായിട്ടും കഴിക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഒരു മുളക് ചമ്മന്തിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നമ്മൾ കുറച്ച് മുളക് പൊടി എടുത്തിട്ട് അതിനകത്ത് കുറച്ച് ഉപ്പും അതുപോലെ വെളിച്ചെണ്ണയും കൂടി ഇട്ടൊന്ന് ചാലിച്ചെടുത്തതാണ്. അതിൻ്റെ കൂടെ കുറച്ച് ഉള്ളിയും കൂടി കുഞ്ഞുള്ളിയും കൂടെ ചാലിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അതായത് നല്ല അടിപൊളി ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഒരു കട്ടൻ കാപ്പിയോ കട്ടൻ ചായയോ ഉണ്ടെങ്കിൽ സംഗതി ഉഷാറായി തീരും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.